ഹായ്, ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയുമായി വന്നിരിക്കുന്നത് ഞങ്ങൾ മധ്യപ്രദേശിലെ ചില കാഴ്ചകളൊക്കെ ആയിട്ടാണ്. കണ്ടിട്ടില്ലാത്തവരുണ്ടായിരിക്കാം. കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും കിട്ടാറില്ല. ഞാനും ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഈ വർഷമാണ് ഇങ്ങനെ ഗോതമ്പ് ക്രഷറിനകത്തിട്ട് ഇത് ഗോതമ്പ് സെപ്പറേറ്റ് ആക്കുന്നത് കാണുന്നത്. കണ്ടപ്പോൾ ഞാൻ വീഡിയോ പിടിച്ചു. പിന്നെ കാണാത്തവർക്കും കാണാമല്ലോ എന്ന് വിചാരിച്ച് ഒരു സൈഡിലെ ഗോതമ്പിന് ഇങ്ങനെ കെട്ട കെട്ടിയിട്ട് കൊടുക്കുമ്പം അതിൻ്റെ വേസ്റ്റ് എല്ലാം ഒരു സൈഡിൽ വീഴും, മറ്റേ സൈഡിൽ അതിൻ്റെ ഗോതമ്പ് മണികളും വീഴും. നല്ല ഭംഗിയാണ്. സന്ധ്യ സമയത്താണ് ഇതിൽ പോയി പിടിച്ചത്. നല്ല രസമാണ് ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഗോതമ്പ് കൃഷി ഇല്ലാത്തത് കൊണ്ട് കണ്ടിട്ടില്ലായിരിക്കാം. പക്ഷേ നെല്ല് വിതയ്ക്കുന്നിടത്ത്, നെല്ല് കൊയ്യുന്നിടത്തുമൊക്കെ ഇതുപോലൊരു പക്ഷേ കണ്ടിരിക്കാം. ഞാനും കണ്ടിട്ടില്ല. തീർച്ചയായും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സൈഡിലാണ് ഗോതമ്പ് മണികൾ വന്ന് വീഴുന്നത്. കൊച്ചുകുട്ടികൾ അവരത് സെപ്പറേറ്റ് ആക്കിയത് ഒരു സ്ഥലത്തേക്ക് കൊണ്ടിടുന്നത്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതിൻ്റെ കൂടെ അഭിപ്രായം അറിയിക്കുക. പിന്നെയും ഇതുപോലെ ഞങ്ങളുടെ നോർത്ത് ഇന്ത്യയിലുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടും കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ പിന്നെയും വരും. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ ഗോതമ്പ് കൊയ്യുന്ന സമയമാണ്. കൊയ്തെടുത്ത സ്ഥലങ്ങളാണ് ഇത് മൊത്തം. നല്ല ഭംഗിയായിട്ട് നല്ല നിരപ്പുള്ള സ്ഥലങ്ങളാണ് ഇവിടെ മൊത്തം. ഇത് ഗോതമ്പ് അവർ സെപ്പറേറ്റ് ആക്കിക്കൊണ്ടിട്ട് പിന്നെ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഒരു ഗോതമ്പ് കൊയ്തെടുത്ത സ്ഥലങ്ങളാണ്. ഇതിനു മുമ്പ് ഇവരുടെ കൃഷി കടുകായിരുന്നു. കടുകൊക്കെ കൊയ്തെടുത്ത് അതവർ വിൽക്കുകയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ആണ് ഇവർ ഗോതമ്പ് ഇടുന്നത്. ഗോതമ്പിട്ട് ഗോതമ്പും കൊയ്തെടുത്തു. ഇനിയും ഈ വെയിൽ സമയമായതുകൊണ്ട്, ചൂട് സമയമായതുകൊണ്ട് ഇനി ഇവർ കൃഷിയൊന്നും ചെയ്തിട്ടില്ല. ഈ ഭൂമി ഇങ്ങനെ കിടക്കും. അത് കഴിഞ്ഞ് മഴ തുടങ്ങുമ്പം അവർ ചോളം വിതയ്ക്കും. പിന്നെ ചോളത്തിൻ്റെ കൃഷിയെ, പിന്നെ ചെറുപയറിൻ്റെ കൃഷിയെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനി അവർ ചെയ്യുന്നത്. നല്ല ഭംഗിയാണ്. നിരപ്പായ സ്ഥലങ്ങളായതുകൊണ്ട് നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഉയർന്ന സ്ഥലങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ഈ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ നല്ല നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളാണ്. സന്ധ്യാസമയത്ത് പോയി കാണാൻ വളരെ ഭംഗിയാണ്. ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പിന്നെ ഞാൻ നല്ല വീഡിയോകളുമായിട്ട് ഇതുപോലെ മധ്യപ്രദേശിലെ ചില കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇവിടെയുള്ളത് കൂടുതൽ ഞങ്ങൾ താമസിക്കുന്ന ഏരിയ ഒക്കെ ഇതുപോലെ കൃഷിക്കാരാണ്. എല്ലാ കൃഷികളും ചെയ്യും. നെല്ല്, ഗോതമ്പ്, ചോളം, കടല, ചെറുപയർ, കപ്പലണ്ടി, അങ്ങനെയുള്ള എല്ലാ കൃഷികളും ഇവർ ചെയ്യും. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.